Hi all, welcome. Myself Dilsha, your ACCA mentor at Reply Commerce Academy. സോ നമുക്കറിയാം നമ്മുടെ ACCA സ്ട്രക്ചർ അനുസരിച്ചിട്ട് നമ്മുടെ F5 എന്ന് പറയുന്നത് അഥവാ ഫിഫ്ത്ത് പേപ്പർ എന്ന് പറയുന്നത് പെർഫോമൻസ് മാനേജ്മെന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ്. ഓക്കെ, ഇത് ഫിഫ്ത്ത് പേപ്പർ എന്ന് പറയുന്നത് പെർഫോമൻസ് മാനേജ്മെന്റ് ആണ്. ബട്ട് ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിൽ എന്തെല്ലാം കോണ്ടന്റ് ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, സിലബസ് ഏരിയ എങ്ങനെയാണ്, ഈ ഒരു പേപ്പർ കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ എങ്ങനെ ആയിരിക്കണം, നമുക്ക് എന്തെല്ലാം മെറ്റീരിയൽസ് ആണ് നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല. സോ ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡക്ഷൻ ടു പെർഫോമൻസ് മാനേജ്മെന്റ്, ഈ ഒരു പേപ്പറിനെ പറ്റിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് കൺവേ ചെയ്യുന്നതാണ്. ദെൻ നമ്മുടെ സിലബസ് ഏരിയ, എന്തെല്ലാം സിലബസ് ഏരിയാസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചെടുക്കുന്നത്, ആൻഡ് ഒരു എക്സാം ഓവർവ്യൂ, എത്ര ഹവേഴ്സ് ആണ് എക്സാം വരുന്നത്, എത്ര മാർക്കിനാണ് എക്സാം വരുന്നത്, എത്ര സെക്ഷൻ ആയിട്ടാണ്, ഫുള്ളി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണോ അതോ കൺസ്ട്രക്റ്റഡ് റെസ്പോൺസ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ, എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആണോ, മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ട് എന്തെല്ലാമാണുള്ളത്, നമുക്ക് ഏതെല്ലാം മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ്, ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കൺവേ ചെയ്തു തരുന്നതാണ്. സോ ഫസ്റ്റ്ലി ഇൻട്രൊഡക്ഷൻ ടു പെർഫോമൻസ് മാനേജ്മെന്റ്. നമുക്കറിയാം നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ അവരുടെ പെർഫോമൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഓക്കെ, നമ്മളെല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ ഇപ്പോൾ പീരിയഡിക്കലി, അതിപ്പോൾ ആനുവലി ആയിക്കോട്ടെ ക്വാർട്ടേർലി ആയിക്കോട്ടെ, നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്യുന്നതാണ്. ഈ റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം ജസ്റ്റ് ട്രാൻസാക്ഷൻസ് മാത്രമാണോ? അല്ല, അതെന്ന് പറയുന്നത് നമുക്ക് ഫ്യൂച്ചറിൽ ഡിസിഷൻ മേക്കിന് ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ബേസ് ആണ്, ബേസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഓക്കെ, നമുക്കത് യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇപ്പോഴത്തെ ഡാറ്റ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രാൻസാക്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്യൂച്ചറിലോട്ടുള്ള ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കൊരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മുടെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തത് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആക്ച്വൽ പെർഫോമൻസും കൂടി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അവിടെ എന്തെങ്കിലും വാരിയൻസസ് ഉണ്ടോ എന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ഈ വാരിയൻസസിന് റീസൺ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ളതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഓർഗനൈസേഷന്റെ പെർഫോമൻസിനെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പെർഫോമൻസിനെ നമുക്ക് എങ്ങനെയാണ് മെഷർ ചെയ്യാൻ പറ്റുന്നത്, അതെങ്ങനെയാണ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത്, അപ്പൊ ഈ പെർഫോമൻസ് അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതെല്ലാമാണ് നമ്മൾ നമ്മുടെ ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് ദെൻ സ്പെഷ്യലിസ്റ്റ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ടെക്നിക്സ്, ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സ് എന്തെല്ലാമാണ്, ബഡ്ജറ്റിംഗ് ആൻഡ് കൺട്രോളിനെ പറ്റിയിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബഡ്ജറ്റിംഗ് ഏതൊക്കെയാണെന്നുള്ളത്, പിന്നെ പെർഫോമൻസ് മെഷർമെന്റ് ആൻഡ് കൺട്രോൾ. ഓക്കെ, നമുക്ക് സിലബസ് ഏരിയ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് നമുക്ക് റിവൈസ് ചെയ്ത് പോവാം. നമുക്ക് 6 പാർട്സ് ആണുള്ളത്. നമ്മുടെ സിലബസിനെ 6 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റംസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ്, അതിൽ നമുക്ക് നമ്മുടെ യൂസസ് ആൻഡ് കൺട്രോൾ ഓഫ് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ, മാത്രമല്ല ഡാറ്റ അനലിറ്റിക്സിൽ നമുക്ക് ഡാറ്റ അനലിറ്റിക്സിന്റെ യൂസസ് എന്തൊക്കെയാണ്, അതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ബിഗ് ഡാറ്റന്റെ യൂസസ് എന്തൊക്കെയാണ്, ബിഗ് ഡാറ്റന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാമാണ് നമ്മുടെ പാർട്ട് എയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സ്പെഷ്യലിസ്റ്റ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ടെക്നിക്സ്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ടെക്നിക്സ് ഉണ്ട്. കോസ്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ്സ് ഉണ്ട്. നമുക്കറിയാം, ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രഡീഷണൽ കോസ്റ്റിംഗ് മെത്തേഡ്സിൽ തന്നെ നമുക്ക് മാർജിനൽ കോസ്റ്റിംഗ് ഉണ്ട്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഉണ്ട്. ഇപ്പൊ നമുക്ക് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിന് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് അഥവാ ABC. ഓക്കെ, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് മാത്രമല്ല ടാർഗറ്റ് കോസ്റ്റിംഗ്, ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്, പിന്നെ നമുക്ക് ഒരു ബോട്ടിൽ നെക്ക് റിസോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് റിസോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ത്രൂപുട്ട് അക്കൗണ്ടിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന പോകുന്നുണ്ട്. മാത്രമല്ല നമുക്ക് എൻവയോൺമെന്റൽ കോസ്റ്റിങ്ങിനെ പറ്റിയിട്ടും ഇതിൽ ഈ ഒരു പാർട്ട് ബിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ പാർട്ട് ബിയിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പാർട്ട് സിയിൽ നമ്മൾ മെയിൻലി പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സ്. ഓക്കെ, നമ്മൾ പ്രൈസിങ് ഡിസിഷൻ എങ്ങനെയാണ് എടുക്കുന്നത്, നമുക്കൊരു ലിമിറ്റഡ് ഫാക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നത്, അതിനെ എങ്ങനെ നമ്മൾ മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കണം. മേക്ക് ഓർ ബൈ ഡിസിഷൻ എന്ന് പറയുന്ന പോലെ നമുക്ക്
ഷോർട്ട് ടേം ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മേക്ക് ഓർ ബൈ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രോഡക്റ്റിന് നമ്മൾ മേക്ക് ചെയ്യണോ അഥവാ നമ്മൾ ഓൺ കമ്പനിയിൽ നമ്മൾ അതിനെ പ്രൊഡ്യൂസ് ചെയ്യണോ അതോ നമ്മൾ അതിനെ പർച്ചേസ് ചെയ്യണോ, ഇതിലേതാണ് നമുക്ക് ബെറ്റർ എന്ന് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ അതിനെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിലേത് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സ് ആയിട്ട് യൂസ് ചെയ്യണം, അതാണ് നമ്മൾ പാർട്ട് സിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് പാർട്ട് ഡി പറയുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റിംഗ് ആൻഡ് കൺട്രോൾ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, അതെങ്ങനെയാണ് നമ്മൾ ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നത്, മാത്രമല്ല നമുക്ക് ബഡ്ജറ്റ് ചെയ്ത ആക്ടിവിറ്റീസും അതുപോലെ തന്നെ നമ്മുടെ ആക്ച്വൽ ആക്ടിവിറ്റിയും ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും വാരിയൻസസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ വാരിയൻസസിന് റീസൺ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല ഈ വാരിയൻസസ് നമുക്ക് ഫുള്ളി എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ അതോ അതിന് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ മാത്രമാണോ പറ്റുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു പാർട്ട് ഡിയിൽ ബഡ്ജറ്റിംഗ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് പറയാം പാർട്ട് ഇ എന്ന് പറയുന്നത്. പാർട്ട് ഇയിൽ നമുക്ക് പെർഫോമൻസ് മെഷർമെന്റ് എങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻ ഉണ്ട്, പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ ഉണ്ട്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഉണ്ട്, അങ്ങനെ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്. ഇവിടെ എല്ലാം നമ്മുടെ പെർഫോമൻസ് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, അതിനെ എങ്ങനെയാണ് മെഷർ ചെയ്തിട്ട് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതെല്ലാമാണ് നമ്മൾ പാർട്ട് ഇയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി നമുക്ക് എല്ലാ പേപ്പറിലും നമുക്ക് ആവശ്യമായിട്ടുള്ള പോലെ ഇവിടെയും നമുക്ക് ആവശ്യമായിട്ടുണ്ട് എംപ്ലോയബിലിറ്റി ആൻഡ് ടെക്നോളജി സ്കില്ല്. ഓക്കെ, ടെക്നോളജി സ്കിൽസ് നമുക്ക് എന്തെല്ലാമാണ് ആവശ്യമായിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ പാർട്ട് എഫിലും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു പേപ്പർ, നമ്മുടെ 5th പേപ്പറിൽ ഓവറോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡീറ്റെയിലി നമ്മൾ പഠിക്കും. ഇപ്പൊ ജസ്റ്റ് നമ്മൾ സിലബസ് എന്താണെന്നുള്ളത് ഒന്ന് കവർ ചെയ്തെടുത്തു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എക്സാം ഓവർവ്യൂ. എക്സാം എന്ന് പറയുന്നത് നമ്മുടെ PM എക്സാം എന്ന് പറയുന്നത് നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. നമുക്കറിയാം 3 hour ആണ് നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് കമ്പൽസറി ആണ്, ഓൾ ക്വസ്റ്റ്യൻസ് നമുക്ക് കമ്പൽസറി ആണ്. എക്സാമിൽ നമുക്ക് കമ്പ്യൂട്ടേഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, ഡിസ്കസീവ് എലമെന്റ്സ് ഉണ്ടാവാം, പിന്നെ നമുക്ക് സെപ്പറേറ്റ് കേസ് സ്റ്റഡി അപ്രോച്ച് ഉള്ള രീതിക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ നമുക്ക് എക്സാമിന് മുന്നേ ആയിട്ട് ഒരു 10 minutes നമുക്ക് എക്സാം ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിക്കാനായിട്ട് നമുക്കൊരു 10 minutes അവൈലബിൾ ആണ്. ഇനി നമുക്ക് എക്സാം പാറ്റേണിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 സെക്ഷൻ ആയിട്ടാണ് നമ്മുടെ പെർഫോമൻസ് മാനേജ്മെന്റിന്റെ എക്സാം വരുന്നത്. അതിൽ സെക്ഷൻ A, സെക്ഷൻ B, സെക്ഷൻ C. സെക്ഷൻ Aയിൽ നമുക്ക് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഓരോ ക്വസ്റ്റ്യനും 2 marks വീതമാണ്. അങ്ങനെ ടോട്ടൽ നമുക്ക് 30 marksനാണ് സെക്ഷൻ A. ഓക്കെ, സെക്ഷൻ എയിൽ 2 mark ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 30 mark ആണ്. ദെൻ സെക്ഷൻ ബിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ബട്ട് നമുക്ക് 3 സിനാരിയോസ് തന്നിട്ടുണ്ടാവും. ഒരു സിനാരിയോയിൽ 5 ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യനും 2 mark. അപ്പോൾ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിനാരിയോയിൽ നമുക്ക് 10 markന്റെ ക്വസ്റ്റ്യൻസ്, അങ്ങനെ 3 സിനാരിയോയിൽ 10 markന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ 30 marks ആണ് നമുക്ക് സെക്ഷൻ ബിയിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി സെക്ഷൻ സിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കൺസ്ട്രക്റ്റഡ് റെസ്പോൺസ് ക്വസ്റ്റ്യൻസ് ആണ്. 2 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒരു ക്വസ്റ്റ്യന് 20 mark, ഈച്ച് ക്വസ്റ്റ്യന് നമുക്ക് 20 mark വീതമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ 40 marks ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ സെക്ഷൻ എയിൽ നിന്ന് നമുക്ക് 30 marks, സെക്ഷൻ ബിയിൽ നിന്ന് നമുക്ക് 30 marks ആൻഡ് സെക്ഷൻ സിയിൽ നമുക്ക് 40 mark. അങ്ങനെ ടോട്ടൽ 100 marksനാണ് നമ്മുടെ പെർഫോമൻസ് മാനേജ്മെന്റിന്റെ എക്സാം വരുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഈ പെർഫോമൻസ് മാനേജ്മെന്റിന്റെ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് ACCA പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്തെല്ലാമാണ്. ഓക്കെ, നമുക്കറിയാം സ്റ്റഡി ഹബ്ബ് നമ്മൾ ACCA രജിസ്റ്റർ ചെയ്ത ഏതൊരു സ്റ്റുഡൻറ്റിനും അവൈലബിൾ ആയിട്ടുള്ളതാണ് സ്റ്റഡി ഹബ്ബ്. നമ്മുടെ ഒരു യൂണിക് പാസ്വേഡ് യൂസർ നെയിം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റഡി ഹബിന്റെ ആക്സസ് കിട്ടും. അവിടെ നമുക്ക് ഇന്ററാക്റ്റീവ് ലെസൺസ്, ഫ്ലാഷ് കാർഡ്സ്, ഓരോ ടോപ്പിക്കിന്റെയും ഫ്ലാഷ് കാർഡ്സ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ വൈസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, ക്വിസസ്, മാത്രമല്ല നമുക്ക് കുറച്ച് ഇപ്പൊ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക് ഏതാണോ അത് സെർച്ച് ചെയ്യുക. അതിന്റെ ഡീറ്റെയിൽഡ് നോട്ട്സ് നമുക്ക് അതിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാതും ഫുള്ളി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റഡി ഹബ് ത്രൂ. അപ്പോൾ നമുക്ക് അത് യൂസ് ചെയ്ത് തന്നെ നമ്മുടെ ഫുൾ പ്രിപ്പറേഷൻ നമുക്ക് ഹെൽപ്ഫുൾ ആണ്.
ഇനി നെക്സ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതർ ദാൻ സ്റ്റഡി ഹബ് നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിക്ക് നമുക്ക് പ്രാക്ടീസ് പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ്. നമ്മുടെ പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് സ്പെസിമെൻ എക്സാംസ് ഉണ്ട്, പ്രാക്ടീസ് എക്സാംസ് ഉണ്ട്, പാസ്റ്റ് എക്സാംസ് ഉണ്ട്. ഓക്കെ, ഇതെല്ലാം നമ്മുടെ റിയൽ എക്സാം സ്റ്റൈൽ ക്വസ്റ്റ്യൻസ് ആണ് അവൈലബിൾ ആക്കി തരുന്നത്. ഓക്കെ, ഒരു റിയൽ നമ്മുടെ PM എക്സാം നമ്മൾ റിയലി എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണ്, എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്, എത്ര ടൈമിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്, ഇതെല്ലാം അനുസരിച്ചിട്ട് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് പോകാവുന്നതാണ് നമ്മുടെ പ്രാക്ടീസ് പ്ലാറ്റ്ഫോം ത്രൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ടെക്നിക്കൽ ആർട്ടിക്കിൾസ് അവൈലബിൾ ആണ്. അത് നമ്മുടെ ഓരോ സബ്ജക്റ്റിൻ്റെയും എക്സ്പേർട്സ് റിട്ടൺ ബൈ ഓരോ സബ്ജക്റ്റ് എക്സ്പേർട്സ് ആണ്. അതിൽ നമുക്ക് കീ സിലബസ് ഏരിയ ഏതാണ്, ഓരോ ഭാഗത്തു നിന്നുള്ള എക്സാം ടെക്നിക്സ് എന്താണ്, കോമൺ മിസ്റ്റേക്സ് എന്താണ്, ഓരോ കോൺസെപ്റ്റ് നമുക്ക് ഡീപ്ലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള എക്സാമ്പിൾസ് കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നമുക്ക് ACCന്റെ സൈറ്റ് ത്രൂ അവൈലബിൾ ആണ്. അതാണ് നമ്മൾ ടെക്നിക്കൽ ആർട്ടിക്കിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫൈനലി നമുക്ക് എക്സാമിനേഴ്സ് റിപ്പോർട്ട് അവൈലബിൾ ആണ്. ഓരോ സെഷനിലെ ക്വസ്റ്റ്യൻസിൻ്റെയും എക്സാമിനേഴ്സ് റിപ്പോർട്ട് അഥവാ സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്ത എക്സാമിനേഴ്സിൻ്റെ ഫീഡ്ബാക്ക് അവൈലബിൾ ആണ്. ഓക്കെ, സ്റ്റുഡൻസ് എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് ചെയ്യുന്ന സമയത്ത് എവിടെയാണ് സ്റ്റുഡൻസ് കൂടുതൽ മിസ്റ്റേക്സ് വരുത്തിയിട്ടുള്ളത്, അപ്പോൾ ഇനി ബാക്കിയുള്ള സ്റ്റുഡൻസ് ആ ഒരു മിസ്റ്റേക്സ് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് എക്സാമിനേഴ്സ് നമുക്കൊരു ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ എക്സാമിനേഴ്സ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും മെറ്റീരിയൽസ് ആണ് നമുക്ക് ACCA തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇതെല്ലാം പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു പേപ്പർ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, സോ അത്രയാണ് പറയാനുള്ളത്. താങ്ക് യു.